ഈ സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സിനിമയാണ്. കാര്യം ഈ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്ന വിധം നിങ്ങൾ കണ്ടതൊന്നുമല്ല അതിലെ ആക്ഷൻ സീക്വൻസ്. Thank you very much. Thank you so much, Mohan Babu sir, for inviting me and giving me a role like this. പറയാതിരിക്കാൻ വയ്യ. ലാലേട്ടൻ ഇമാതിരി പടങ്ങൾക്ക് തല വയ്ക്കാതിരിക്കുന്നതാണ് നല്ലത്. 15 മിനിറ്റേ ഉള്ളൂ പുള്ളിക്കാരൻ, പക്ഷേ എൻ്റെ അമ്മ സഹിക്കാൻ വയ്യ. After many years, I think for probably first time, sir, I have said yes to a film without hearing script, without hearing anything. உனக்கு யாராவது பழைய ஃப்ரெண்ட் இருக்காங்களா? നമ്പാതെ. എല്ലാ സിനിമാ പ്രേമികൾക്കും ഈ ഒരു ഫീലിംഗ് വളരെ സുപരിചിതമായിരിക്കും. പെട്ടെന്ന് സീനിൽ ഒരു മാറ്റം സംഭവിക്കും, മ്യൂസിക് ഷിഫ്റ്റ് ആവും, വൈകാതെ ഒരു സൂപ്പർ താരം വന്ന് ആ സീനിനെയും പടത്തെയും എലിവേറ്റ് ചെയ്തങ്ങ് പീക്കിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് പോകും. ആ ഒരു ക്യാമിയോയുടെ ഇൻട്രോ സമയത്ത് തിയേറ്റർ അങ്ങ് ഉത്സവപ്പറമ്പായി മാറും. അതൊരു മാജിക് പോലെയായിരിക്കും. നമുക്കാർക്കും അത് എൻജോയ് ചെയ്യാതിരിക്കാനാവില്ല. പക്ഷേ റീസെൻ്റ്ലി ഇറങ്ങുന്ന ഒട്ടുമിക്ക സിനിമകളിലും ആ ഒരു മാജിക് മിസ്സാവുന്നു എന്ന് വേണം പറയാൻ. ചത്തപ്പച്ചയിലെ മമ്മൂട്ടി ആയിക്കോട്ടെ, ബബ്ബയിലെ മോഹൻലാൽ ആയിക്കോട്ടെ, ഞാനിവിടെ അവരുടെ പെർഫോമൻസിനെ കുറിച്ചോ ഡാൻസിനെ കുറിച്ചോ ഒന്നുമല്ല പറയുന്നത്. സത്യത്തിൽ ഇവരെ പോലെയുള്ള സൂപ്പർ സ്റ്റാർസിനെ ഇതുപോലെയുള്ള പടങ്ങളിൽ കൊണ്ടുവന്ന് ക്യാമിയോ റോൾസ് ചെയ്യിക്കുന്നത് കൊണ്ട് മാത്രം ആ പടം വേറെ ലെവലിൽ പോകും എന്നാണോ പ്രതീക്ഷിക്കുന്നത്? ഇത്തരം ക്യാമിയോസ് പലപ്പോഴും സിനിമയ്ക്ക് മുതൽക്കൂട്ടായി മാറാറില്ല. ജസ്റ്റ് ഒരു ക്ലിക്ക് ബൈറ്റ് മാത്രമായി പ്രവർത്തിക്കുന്നു. ചെറിയൊരു പിഴവ് പോലും വൻ ഊക്കിനാണ് വഴിയൊരുക്കുക. ക്യാമിയോ റോൾസ് ഉപയോഗിച്ച് ടിക്കറ്റ് സെല് ചെയ്യാൻ നോക്കുന്നു, എന്നാൽ അത് ഓഡിയൻസിലേക്ക് കണക്ട് ചെയ്യാൻ സാധിക്കാതെ പോയാൽ എന്താണ് സംഭവിക്കുക? ഒരു കൂട്ടം യങ്സ്റ്റേഴ്സ് ഒന്നിച്ച് കോസ്റ്റ്യൂം റെസ്ലിംഗ് എന്ന പരിപാടി തുടങ്ങുന്നതും അതിനെ ചുറ്റിപ്പറ്റി സംഭവിക്കുന്ന കാര്യങ്ങളുമാണ് ചത്തപ്പച്ച എന്ന സിനിമയുടെ കഥ. ട്രെയിലറിലുള്ളതൊക്കെ തന്നെ. ആക്ടിങ്, മ്യൂസിക് മേക്കിംഗ്, സിനിമാറ്റോഗ്രാഫി എന്നിങ്ങനെ എല്ലാ മേഖലകളിലും മികച്ചു നിൽക്കുന്ന ഒരു സിനിമയാണിത്. ഫ്രണ്ട്സ് ഗ്യാങ് ഒക്കെ ആയിട്ട് പോയി നല്ല വൈബിൽ കണ്ടിരിക്കാൻ പറ്റിയ ഒരു ഇടിപ്പടം. എന്നാൽ ഈ പടത്തിൽ എല്ലാവരും ഒരുപോലെ എടുത്തു പറയുന്ന ഒരു നെഗറ്റീവാണ് മമ്മൂട്ടിയുടെ ഗസ്റ്റ് അപ്പിയറൻസ്. കണക്ഷൻ പോയെന്ന് വരാം, പക്ഷേ അതങ്ങനെ കണ്ടാൽ കണക്ട് ആവും. ഒട്ടും ചേരാത്ത വിഗും കോസ്റ്റ്യൂമും സ്ലാങ്ങും കൂടെ കേട്ടപ്പോൾ എന്തിനായിരുന്നു ഇതെന്ന് തോന്നിപ്പോയി. പക്ഷെ പറയാതിരിക്കാൻ വയ്യ, ഇൻട്രോ സീനിലൊക്കെ ഒടുക്കത്തെ ഓളമപ്പും ആരവാരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും ഈ പടത്തിന് ഇങ്ങനൊരു റോളിന്റെ ആവശ്യമുണ്ടായിരുന്നോ, അതും മമ്മൂട്ടി തന്നെ ചെയ്യണമായിരുന്നോ എന്ന് ചോദിച്ചാൽ കാരണം ഇതൊക്കെ മമ്മൂട്ടി എന്നല്ല, ആരെക്കൊണ്ട് വേണമെങ്കിലും ചെയ്യാൻ സാധിക്കുന്ന ഒരു സാധാരണ റോളാണ്. ഇനി ആക്ച്വലി എന്താണ് വർക്ക് ആവുന്നതെന്ന് നോക്കാം. ഒരു പടത്തിൽ ഇന്ന നടന്റെ ക്യാമിയോ റോൾ ഉണ്ടെന്ന് അറിഞ്ഞാൽ അയാൾ എപ്പോൾ വേണമെങ്കിലും വരാം എന്ന പ്രതീക്ഷ ഓഡിയൻസിന്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാകും. സോ അങ്ങനെ വരുന്നവർ ഓഡിയൻസിന്റെ എക്സ്പെക്ടേഷനേക്കാൾ മുകളിൽ അല്ലെങ്കിൽ ഒപ്പത്തിനെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മാത്രമേ സംഗതി ക്ലിക്ക് ആവത്തുള്ളൂ. ഈ ബുള്ളറ്റ് വാൾട്ടർ, ഗില്ലി ബാലെ തുടങ്ങിയ റോളുകളൊക്കെ ഫാൻസിന് പോലും ചിലപ്പോൾ പോരായിരുന്നു എന്ന് തോന്നിപ്പോയേക്കാം. ഒരു വലിയ താരത്തെ അങ്ങേർക്ക് ഒട്ടും സ്യൂട്ടാവാത്ത റോളിൽ തിരികെ ചേർക്കുന്നു, അതും നോർത്ത് സൗത്ത് ക്രോസ് ഓവർ ഓഡിയൻസിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി മാത്രം. പുള്ളി വന്നിട്ട് എന്തൊക്കെയോ കാണിക്കും, എന്തൊക്കെയോ ഡയലോഗ്സ് കുറേ നേരം. ഞാൻ പറഞ്ഞ വീഡിയോ പോലെ പ്രഭാസാണെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ, ഏതോ വീഡിയോ ക്രിയേറ്റ് ചെയ്ത ഏതോ ഒരാള്. കോമഡി റോൾസും മാസ് റോൾസും ഒക്കെ മോഹൻലാലിന് കേക്ക് വാക്കാണെന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ ഗില്ലി ബാലയൊക്കെ മോഹൻലാലിനെ പോലെ ഒരു ആക്ടർ എന്തിനിതി കൊണ്ട് തല വെച്ചു എന്നാണ് തോന്നിയത്. അവരുടെ സ്വന്തം ഹീറോ ആകാനാണ് ഈ ഗില്ലി ബാലയ്ക്ക് ഇഷ്ടം. അണ്ണന്റെ ഈ പാൻ ഇന്ത്യൻ സ്വപ്നത്തിൽ നിങ്ങൾ ഫുൾ സപ്പോർട്ട് തരൂലേ? ഒരു ക്യാമിയോ റോൾ തീർച്ചയായും അതിൻ്റെ സ്റ്റോറിക്ക് മറ്റൊരു ലെയർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ആ ഒരു ക്യാമിയോയെ മാറ്റി നിർത്തി കഴിഞ്ഞാലും കഥ സെയിം അവസ്ഥയിൽ തന്നെയാണ് പോകുന്നതെങ്കിൽ പിന്നെ എന്താണ് ആ ക്യാമിയോ കൊണ്ടുള്ള പ്രയോജനം? അതേസമയം അശോക് രാജിനെയോ നന്ദഗോപാൽ മാരാറെയോ ഫാൻസ് എന്നല്ല ഹേറ്റേഴ്സ് പോലും മോശമെന്ന് പറയാൻ മടിക്കും. കാരണം ആ പടങ്ങൾക്ക് ഏറ്റവും വലിയ മുതൽക്കൂട്ടായിരുന്നു അതിലെ ക്യാമിയോ റോൾസ്. നേരെ മറിച്ച് ഇപ്പോഴത്തെ ക്യാമിയോ റോളുകൾ പലതും ഫാൻസിനെ ഒന്ന് ഇളക്കി വിടാനുള്ള ശ്രമവും കുറച്ച് ക്യാഷ് ഉണ്ടാക്കാനുള്ള പുതിയൊരു ടെക്നിക്കുമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. നോർത്തിലേക്കും കൂടെ മാർക്കറ്റ് ചെയ്തേക്കാമെന്ന് മാത്രം കരുതി അമീർ ഖാനെയൊക്കെ കൊണ്ടുവന്ന് പട്ടിയാക്കി വിട്ടതൊക്കെ ഇതിന്റെ ഉദാഹരണം മാത്രം. Probably first time, sir, I have said yes to a film without hearing script, without hearing anything. Without hearing script, without hearing anything.
ഒരു മോശം കഥയെ വലിയൊരു താരത്തെ ഉപയോഗിച്ചുകൊണ്ട് മറച്ചു പിടിക്കാൻ സാധിക്കുമെന്ന് ഇപ്പോഴത്തെ പ്രൊഡ്യൂസർമാർ വിചാരിക്കുന്നുണ്ടോ എന്തോ. പക്ഷേ ഓഡിയൻസിന്റെ കാഴ്ചപ്പാടുകൾക്ക് നന്നായി മാറ്റം സംഭവിച്ചിരിക്കുന്നു. ഗില്ലി ബാലയോ ബുള്ളറ്റ് വാൾട്ടറിനെയോ ഒന്നുമല്ല ഞങ്ങൾക്ക് വേണ്ടത്. കഥയ്ക്ക് വല്ല രീതിയിലും പ്രയോജനപ്പെടുന്നതും നടന് നാണക്കേടുണ്ടാക്കാത്ത രീതിയിലുമുള്ള ക്യാമിയോ റോൾസ് ആണ് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്. എന്നെ വിളിച്ചത് എന്ത് ചൂടനാ? അവൻ ജയിക്കുന്നത് വരെ ഞാൻ അവന്റെ കൂടെ ഉണ്ടാകുകയും ചെയ്യും. അത് കാണാൻ തന്നെ ഞാൻ വന്നത്. ആരാധകർക്കുള്ള ഒരു പൊളപ്പൻ ഗിഫ്റ്റായിട്ടാണ് 3-4 കൊല്ലം മുമ്പ് വരെയുള്ള ക്യാമിയോ റോൾസ് തോന്നിയിരുന്നതെങ്കിൽ ഇന്നത് ഫ്രണ്ട്സിൻ്റെയോ പ്രൊഡ്യൂസറുടെയോ കയ്യിൽ നിന്ന് മേടിച്ച പൈസ ഇതുപോലെയുള്ള റോളുകൾ ചെയ്ത് വീട്ടാൻ ശ്രമിക്കുന്നത് പോലെയാണ് തോന്നുന്നത്. സിനിമകൾ കഥയ്ക്ക് പ്രാധാന്യം കൊടുക്കാതെ സ്പെഷ്യൽ അപ്പിയറൻസിനെ മാത്രം ആശ്രയിച്ചാൽ തിയേറ്ററുകൾ പൂരപ്പറമ്പ് ആവേണ്ടതിന് പകരം ശവപ്പറമ്പായി മാറുന്ന കാഴ്ചകൾ നമുക്ക് കാണേണ്ടി വന്നേക്കാം. വിക്രം, ജയിലറൊക്കെ പോലെ സ്പെഷ്യൽ അപ്പിയറൻസിനെ ആളുകൾ ഏറ്റെടുത്ത് വേറെ ലെവലിൽ കൊണ്ടെത്തിക്കുമെന്ന് കരുതി ചെയ്തതാണെന്ന് തോന്നുന്നു. പക്ഷേ ജയിലറിലും വിക്രമിലുമൊക്കെ കഥ ആ ക്യാമിയോ റോൾസിനെ ഡിമാൻഡ് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഓഡിയൻസിന് അത് ഇഷ്ടപ്പെടുകയും ചെയ്തു. 1-2 തവണ വർക്കൗട്ടായെന്നും കരുതി ഇത് തന്നെ സ്ഥിരം പരിപാടിയാക്കാൻ ശ്രമിച്ചാൽ ഒട്ടുമിക്ക നടന്മാരും പരസ്യങ്ങളിൽ നിന്ന് പോലും വിട്ടു നിൽക്കുന്നതിന്റെ മെയിൻ റീസൺ അത് അവരുടെ ഫേസ് വാല്യൂ കുറയാൻ കാരണമാകുന്നു എന്നതുകൂടിയാണ്. അന്നേരമാണ് മെയിൻ സ്റ്റാർസ് ആയിട്ടുള്ള ഇവരൊക്കെ മിക്ക സിനിമകളിലും ഗസ്റ്റ് അപ്പിയറൻസ് നടത്തി സ്വന്തം വാല്യൂ കളഞ്ഞു കുളിച്ചുകൊണ്ടിരിക്കുന്നത്. അറ്റ്ലീസ്റ്റ് അങ്ങനെ ചൂസ് ചെയ്യുന്ന ക്യാമിയോ റോൾസ് ഫാൻസിന് മാത്രമല്ലാതെ മറ്റു ഓഡിയൻസിനും കൂടി കണക്റ്റ് ആവുന്ന രീതിയിലായിരുന്നുവെങ്കിൽ നന്നായിരുന്നേനെ.